ഇപ്പോഴും വ്യാപകമായ ഒരു പ്രചാരവേല ഞാനെന്തോ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരവേല, കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ UDF-ന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം, പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നത് വളരെ വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, അടിയന്തരാവസ്ഥ എന്നത് അർദ്ധഫാസിസത്തിന്റെ ഭാഗമായിരുന്നു. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത്. ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും മിണ്ടിയാൽ ഇനി മുണ്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം രണ്ട് രീതിയിൽ വിസ അടിസ്ഥാനപ്പെടുത്തിയും DER അടിസ്ഥാനപ്പെടുത്തിയും കൽത്തുറുമ്പിലടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ്. ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള, കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സഖാവ് EMS പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ്. ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചക്കെതിരായി, അർദ്ധ ഫാസിസ്റ്റ് ഭീകര വാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. വിവിധ പാർട്ടികൾ, സോഷ്യലിസ്റ്റുകാർ, ജനാധിപത്യവാദികൾ, അതുപോലെ തന്നെ ജഗജീവൻ രാമന്റെ CFD, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. വിവിധ വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് അന്ന് RSS പ്രബലമായ ശക്തിയായിട്ട് അതിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത്. RSS ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല, ജനസംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇതിൽ ചേരുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഖാവ് EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSുമായി CPIയും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. ഇത് അസന്നിഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? അതിൽ 2 മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് VP സിംഗിന്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ RSSന്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ VP സിംഗ് കൈകാര്യം ചെയ്തത്. ആ VP സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ RSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ? ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ RSSുമായിട്ട് ചേർന്നിട്ടേയില്ല. എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് RSSുമായി സഹകരിക്കുന്നത്. വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോ
അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ RSS യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF-ഉമായിട്ടാണ് പിന്നീട് മത്സരിച്ചത്. അവർ ചെയ്യുന്നതുകൊണ്ടാണ് ഉപയോഗിച്ച് മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ല. കാരണം RSS ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ സദാ VMS അത് തലശ്ശേരി ഉൾപ്പെടെയുള്ള 4 ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നിലപാട് RSS ഉൾപ്പെടെയുള്ള ജനതയോട് നിലപാടെന്താണ്? അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സഖാവ് EMS തലശ്ശേരിയിൽ നടത്തി. അത് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സഖാവ് EMS ആണ്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1980 മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് RSS ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ 4 സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഉണ്ടായത്. തുടർന്ന് നമുക്കറിയുന്നത് പോലെ RSSഉം BJPയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലുമാണ് കോലിബി സഖ്യം ഉണ്ടാക്കിയത്. ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള UDF ആണ് 1980. അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്, രാജഗോപാൽ. അന്നാണ് KE മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജകമണ്ഡലത്തിന്റെ പേര്, പെരിങ്ങളം എന്നാണ്. ആ പെരിങ്ങളം നിയോജകമണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെ ജയിച്ചു. രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണ്ണറയാണ്. രാമണ്ണറെ ജയിച്ചു. ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നുവെന്ന് പച്ച കള്ളം അടിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും ഗതിവിധികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്.